സംസ്ഥാനത്തെ SIR പരിഷ്കരണത്തിന് ശേഷമുള്ള കരട് വോട്ടർ പട്ടിക ഈ മാസം 23-ന് പുറത്തിറക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ പറഞ്ഞു. വിവരശേഖരണം ഇന്ന് രാത്രിയോടെ പൂർത്തിയാകും. 24.81 ലക്ഷം പേരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കണ്ടെത്താനുള്ളവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നും 1 മാസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച പരാതികൾ നൽകാമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. ആദ്യഘട്ടമായിട്ട് നമ്മൾ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു. അതിനു മുൻപ് നമുക്ക് ഇതിനെ കുറിച്ച് തിരുത്താൻ സാധിക്കണമെങ്കിൽ തിരുത്താം, ഇല്ലെങ്കിൽ ക്ലെയിംസ് ഒബ്ജക്ഷൻ സമയത്ത് തീർച്ചയായിട്ടും ബാക്കി ആൾക്കാരെ നമ്മൾ ബന്ധപ്പെടാം, പിന്നെ അവരെ കൂടി കൊണ്ടുവരാം. ഇപ്പോൾ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്ത ശേഷം നമുക്ക് അതായത് എനുമറേഷൻ ഫേസ് മുതൽ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 5 ദിവസമുണ്ട്. ആ സമയത്ത് നമ്മൾ ഈ മാപ്പിംഗ് എക്സസൈസ് എല്ലാം ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഡ്രാഫ്റ്റിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മുടെ ഉദ്ദേശം 98% എങ്കിലും നമുക്ക് പ്രോജനി മാപ്പിംഗ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്ക് അവരുടെ 2002 ലിസ്റ്റിലുള്ള അച്ഛനും അമ്മ, അവരുടെ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ കുറേ ബൂത്തിൽ 100% കണ്ടെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ടൈം നമ്മൾ മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 98.5% ആൾക്കാരത് കണ്ടെത്താൻ സാധിച്ചു. സോ നമുക്ക് കുറച്ച് എഫേർട്ട് എടുക്കുവാണെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അത്തന്നെയായിരുന്നു. മാനസ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. മാനസ, സംസ്ഥാനത്ത് SIRന്റെ ആദ്യഘട്ടം ഇന്നുകൊണ്ട് പൂർണ്ണമാവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 25 ലക്ഷത്തോളം ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായി പോകുന്ന സാഹചര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ, പരാതികൾ അതൊക്കെ എങ്ങനെയാണ്? ഇതിന് തുടർ നടപടികൾ കമ്മീഷൻ വിശദീകരിക്കുന്നത് ഏത് രീതിയിലാണ്? തീർച്ചയായും ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ആദ്യഘട്ടമാണ് ഇന്ന് രാത്രിയോടെ പൂർത്തിയാകുന്നത്. രാത്രിയോടെ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ 25 ലക്ഷത്തോളം പേരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന പ്രധാന കാര്യമാണ് മുന്നിൽ ഉള്ളത് എന്നുള്ളതാണ്. നിരവധി പേർ പരാതിയുമായും ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. തങ്ങൾക്കാർക്കും തന്നെ ഫോം ലഭ്യമായിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. അതിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത് 23-ന് കരട് വോട്ടർ പട്ടിക പുറത്തിറക്കും. ഇതിൽ പേര് ഇല്ലാത്തവർ, അതോടൊപ്പം തന്നെ പേരിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ, ഇനി കൂടുതലായി എന്തെങ്കിലും ചേർക്കേണ്ടതുണ്ടെങ്കിൽ ഇതൊക്കെയും തന്നെ 1 മാസം ഇത്തരത്തിലുള്ള പരാതികളും അപേക്ഷകളും സ്വീകരിക്കാനുള്ള സമയമാണ്. അതായത് ജനുവരി 22 വരെ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള പരാതികളും അപേക്ഷകളും നൽകാം എന്നതാണ് അറിയിക്കുന്നത്. ഒപ്പം തന്നെയാണ് ഈ 25 ലക്ഷം പേരുടെ കണക്ക് പറയുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ 24.81 ലക്ഷം പേരുടേതാണ് ശേഖരിക്കാൻ കഴിയാത്തത്. ഇത് വിവിധ വിഭാഗങ്ങളിലായി, അതായത് മരണപ്പെട്ടവർ 6.49 ലക്ഷം, അതോടൊപ്പം തന്നെ കാണാതായവരുടെ വിഭാഗത്തിൽ 6.89 ലക്ഷം, സ്ഥലം മാറിയവരുടെ കണക്കാണെങ്കിൽ 8.21 ലക്ഷം, ഒപ്പം മറ്റുള്ളവ ഇരട്ട വോട്ട് എന്ന് ഇങ്ങനെ 3 ലക്ഷത്തോളം. അത്രയും ഡീറ്റെയിൽസ് ആണ് ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുന്നത്. ഈ ലിസ്റ്റ് മുഴുവനും ബൂത്ത് ഏജന്റുമാർക്ക് കൈമാറിയിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ, ഇനി ഒരുപക്ഷെ അതിൽ ചേർക്കേണ്ടതുണ്ടെങ്കിൽ, പരാതികൾ ഉണ്ടെങ്കിൽ അതൊക്കെയും തന്നെ അറിയിക്കാം. കളക്ടറെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെയും അറിയിക്കാം. മാത്രമല്ല ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെയും തന്നെ, അതായത് ഇത്തരത്തിലുള്ള വഴികളൊക്കെയും തന്നെ ഉണ്ട് എന്നതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിക്കുന്നത്. എങ്കിൽ കൂടിയും ആളുകൾക്ക് ഇപ്പോഴും ആശങ്കയാണ്. തങ്ങളുടെ പേര് വന്നിട്ടില്ല, വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കപ്പെടുമോ, തങ്ങൾക്ക് വോട്ടവകാശം ഇല്ലാതാകുമോ എന്നതടക്കമുള്ള ആശങ്കകൾ ഇപ്പോഴും ഉയരുന്നുണ്ട്. ഒപ്പം തന്നെയാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, അതായത് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഇത് കുറച്ചുകൂടി സമയം, ജനുവരി വരെ സമയം അനുവദിക്കണമെന്ന കാര്യങ്ങളൊക്കെയും തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ 2 ഘട്ടമായി സമയം പരിധി നീട്ടിയെങ്കിൽ കൂടിയും ഇത്തരത്തിൽ 25 ലക്ഷത്തോളം പേരെ കണ്ടെത്താനുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഇനി നീട്ടണമെന്ന ആവശ്യം തന്നെയാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഒപ്പം തന്നെയാണ് ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ എല്ലാ പൗരന്മാരും ആ ലിസ്റ്റിൽ തങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കണം. ശേഷം പരാതി ഉണ്ടെങ്കിൽ പരാതി സമർപ്പിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത്. ഒപ്പം തന്നെയാണ് ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് വരെ ഇത്തരത്തിൽ വോട്ട് അവകാശം അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാൻ പറ്റിയിട്ടില്ല ഒരു പൗരന് എങ്കിൽ അത്തരത്തിൽ ആ സമയം വരെയും കാലാവധി ഉണ്ട്. ഒരുപക്ഷെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് വരെ പൗരന് ഇത്തരത്തിലുള്ള അപേക്ഷകളും പരാതികളുമായി രംഗത്തെത്താം, അല്ലെങ്കിൽ BLOമാരെ സമീപിക്കാം. അതോടൊപ്പം തന്നെ കളക്ടറെയും സമീപിക്കാം എന്ന കാര്യം തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നത്.